ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്നു നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്നു എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പിൻ. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾ എങ്കൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുവാനുള്ള വരം ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ ദുഃഖിക്കാതെ സങ്കടപ്പെടാതെ ആ വരം ഏറ്റെടുത്ത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ച് അവനെ മഹത്വപ്പെടുത്തി ജീവകിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം ഉത്സാഹിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.